ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ചിക്കൻ റവ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് ഐറ്റമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ റവ കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ മസാലയാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. മസാല റെഡിയാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള സവാള ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ സവാള നന്നായിട്ട് സോട്ടായി വരണം. പെട്ടെന്ന് സോട്ടായി വരണം. ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ പച്ചച്ചുവ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയിലേക്കൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പൊടികളുടെ ഒക്കെ പച്ചച്ചുവ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വേവിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനാണ്. ഇത് ബോൺലെസ് പീസ് ചിക്കനാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത ചിക്കനാണിത്. ഇതാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിമിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 4 കോഴിമുട്ടയാണ്. ഈ 4 കോഴിമുട്ട നന്നായിട്ട് നമ്മൾ ബീറ്റർ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇതിന് പകരം മിക്സിയിൽ ബീറ്റ് ചെയ്തെടുത്താലും മതി.
അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കാം. 3/4 കപ്പ് റവയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് റോസ്റ്റഡ് റവയാണ്. ഇത് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ കേക്കിനൊക്കെ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റവയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മസാല, ചിക്കൻ മസാലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കുന്നൊരു പാത്രം ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈവൻ ആയിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഫോർക്ക് കൊണ്ട് എന്തുണ്ടെങ്കിലും കുത്തി കൊടുത്തിട്ട് ഉള്ളു വെന്തണോന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഞാൻ ഈ കേക്കിന്റെ മുകളിലേക്കായിട്ട് കുറച്ച് മിൻസ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ റവ കേക്ക്. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ചായയുടെ ഒക്കെ കൂടെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന സ്നാക്ക് ഐറ്റമാണ്. സോ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.